നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൈവവചന ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനങ്ങൾ നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറയുവാനും ആഴമായ അർത്ഥതലങ്ങളിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രോതാക്കളുടെ ഹൃദയത്തിൽ അത് പതിയാനും ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളുവാനും ഒരു നവീകരിക്കപ്പെട്ട ജീവിതം നയിച്ച് ക്രിസ്തുവിനെ പിന്തുടർന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്ക യോഗ്യത നേടുവാനും കർത്താവിലുള്ള വിശ്വാസത്താൽ അത് പ്രാപിക്കുവാനും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. 11-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ ഒരു ഭോഷനായി പോയല്ലോ, നിങ്ങളാണ് അതിന് കാരണക്കാർ. എന്തെന്നാൽ നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. 12-ാം വാക്യം, തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടു. പൗലോസ് തൻ്റെ അപ്പസ്തോലിക സ്ഥാനത്തെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു സംശയവും തർക്കവും ഒക്കെ ഉണ്ടായപ്പോൾ തൻ്റെ അപ്പസ്തോല സ്ഥാനത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൊറിന്ത്യക്കാർക്ക് വേണ്ടത് തെളിവുകൾ, അത്ഭുതങ്ങൾ, രോഗശാന്തിയുടെ പ്രദാനം ചെയ്ത് അത് തെളിയിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. പൗലോസ് അതിന് പറയുകയാണ്. പൗലോസ് ഈ അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. യഥാർത്ഥത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ പുതിയ ഭാഷകളിൽ സംസാരിക്കും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. സർപ്പങ്ങളെ കയ്യിലെടുത്താലും അവർക്ക് ഒന്നും സംഭവിക്കുകയില്ല. മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇത് വിശ്വാസികളായ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത പ്രത്യേക വാഗ്ദാന അനുഗ്രഹങ്ങൾ, അധികാരങ്ങളാണ്. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഇതുള്ളതാണെങ്കിൽ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പൗലോസ് ഇത് കാണിക്കണ്ടേ എന്നാണ് കൊറിന്ത്യക്കാരുടെ ഇടയിലെ ഒരു വിഭാഗത്തിൻ്റെ തർക്കവിഷയം. അപ്പോൾ പൗലോസ് പറയുന്നു, ഞാനിതൊക്കെയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഫിലിപ്പിയിൽ വെച്ച് പൗലോസും പൗലോസിൻ്റെ കൂടെയുള്ള സീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്തിനാണ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നത്? തെറ്റെന്തെങ്കിലും ചെയ്തിട്ടാണോ? സുവിശേഷ വേല ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം. ഇന്നും അങ്ങനെയെല്ലാം സംഭവിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യാൻ വാ തുറന്നാൽ ഉടൻ ഏതാണ്ട് ബഹളവും വഴക്കവും ഉണ്ടാക്കി എന്നുള്ള നിലയിൽ അതിനെതിരായിട്ട് തിരിയുന്ന ഗവൺമെൻറ്റുകൾ ഇന്ന് ഭൂമുഖത്ത് പലയിടത്തും ഉണ്ട്. ഒരിക്കലും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തിയല്ല, ഒരു വിശ്വാസ സംഗതിയല്ല ക്രിസ്തു വിശ്വാസം എന്നുള്ളത്. പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്, പല ഗവൺമെൻറ്റുകൾ പോലും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ പൗലോസിനെയും സീലാസിനെയും കാരാഗൃഹത്തിൽ അടച്ച് കൈകളിൽ ചങ്ങലയിട്ട് കാലുകളും ബന്ധിച്ച് ആമത്തിലിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ പാതിരാത്രി ആയിട്ടും പൗലോസ് സീലാസും കൂടെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാനുള്ള അവരുടെ ആ മനസ്സിൻ്റെ സ്ഥിതി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. കർത്താവിന് വേണ്ടി പീഡ സഹിക്കുമ്പോഴും അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ഒരു ഫലമാണത്. അവരുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കീർത്തനം പാടിയത്.
അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്നു. പെട്ടെന്ന് അവരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞങ്ങ് വീഴുന്നു, വാതിലുകൾ തുറക്കപ്പെടുന്നു. ആരും ഓടി രക്ഷപ്പെട്ടില്ല. കാവൽക്കാരൻ വിചാരിച്ചു ആൾക്കാർ ഓടി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അദ്ദേഹം സ്വയം മരിക്കാൻ, കൊല്ലപ്പെടാൻ ആഗ്രഹിച്ചു. പൗലോസ് വിളിച്ച് പറഞ്ഞു, വേണ്ട, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവസാനം നമുക്കറിയാം, ആ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഏതായാലും അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് അപ്പസ്തോലത്വത്തിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ എടുക്കാൻ സാധിക്കും. സഹനങ്ങളാണോ വേണ്ടത്? യേശുവിനെ പ്രതിയുള്ള സഹനങ്ങൾ പൗലോസിന് ധാരാളം ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ അതൊരു തെളിവാണ്. കർത്താവായ യേശു അനനിയാസിനോട് പറയുന്നത്, എന്നെ പ്രതി അവൻ എത്രമാത്രം സഹിക്കാനുണ്ട് എന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹെബ്രായർ 10:36 ഞാൻ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. നമുക്ക് തരാവുന്ന വാഗ്ദാനമുണ്ട്, സ്വർഗരാജ്യവും നിത്യജീവൻ. അത് പ്രാപിക്കാൻ നമ്മൾ യോഗ്യരാകണം. അങ്ങനെ ആവശ്യമായി നമ്മൾ അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സഹനശക്തി ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ഒരു സഹനം വരുമ്പോഴത്തേന് ദുഃഖിച്ച് വിലപിച്ച് കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിക്കണ്ട. അതെല്ലാം ആവശ്യമാണ്. കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചു എന്നുകൂടെ നമ്മൾ ഓർത്താൽ മതി. തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അങ്ങനെയെല്ലാം സഹിച്ചു. പൗലോസിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ആ പുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ചിലത് ഞാൻ നോട്ട് ചെയ്ത് നിങ്ങളോട് പറയാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 11-ാം വാക്യം. എലിമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എലിമാസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ മാന്ത്രികനെന്നാണ്. ആ മാന്ത്രികനായ ആ മനുഷ്യൻ അവസാനം വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി. അവൻ പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്ന് കണ്ടപ്പോൾ പൗലോസ് അവനോട് പറയുന്ന വാക്യമാണിത്: ദൈവത്തിൻ്റെ നേർവഴികൾ ദൂഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ? അതുകൊണ്ട് ഒരു ശിക്ഷയായിട്ട് എലിമാസിൻ്റെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. അപ്പോൾ പ്രവർത്തിക്കാൻ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പൗലോസിന് ശക്തിയുണ്ടെന്നുള്ളതിന് ഒരു തെളിവാണത്. 14-ാം അധ്യായത്തിൽ പൗലോസ് ഒരു മുടന്തന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലിസ്രായിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ പ്രസംഗം കേൾക്കാൻ വന്നവരിലെ ജന്മനാ മുടന്തനായ ഒരു ആളുണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം, വിവേചനാശക്തി പൗലോസിനുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നു. അവന് സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം ഉണ്ട് എന്ന് പൗലോസിന് മനസ്സിലായി. പൗലോസ് അവനോട് പറഞ്ഞു, നീ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുക, ഉറച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ജന്മനാലേ മുടന്തനായ മനുഷ്യൻ. ഇതാണ് പൗലോസ് ചെയ്ത മറ്റൊരു അത്ഭുത പ്രവൃത്തി. മറ്റൊന്ന് 16-ാം അധ്യായത്തിലെ അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു അടിമ പെൺകുട്ടിയിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. അത് അടിമ പെൺകുട്ടിയാണ്. അതിൽ അശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുകയാണ്. അശുദ്ധാത്മാവ് അവളിൽ കയറിയിരിക്കുകയാണ്. ഭാവി പറയാൻ അവളെയും കൊണ്ട് വെക്കും. അശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പെൺകുട്ടി ഒരു അടിമയാണ്, യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ഈ പെൺകുട്ടിയെ കൊണ്ട് ഭാവി പറയിപ്പിച്ച് പ്രതിഫലം വാങ്ങിച്ച് യജമാനന് സമ്പത്ത് കൂട്ടാൻ സാധിക്കുമായിരുന്നു. യജമാനൻ്റെ ഒരു സമ്പാദ്യം നേടാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ അടിമ പെൺകുട്ടി ഉപയോഗിക്കപ്പെട്ടത്. അവൾ പൗലോസിൻ്റെ പുറകെ ചെന്നിട്ട് പറയും, ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരാ,
പൗലോസ് ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ പൗലോസിന് ഇഷ്ടമായില്ല. പൗലോസ് ആ അടിമ പെൺകുട്ടിയിൽ ഇരുന്ന അശുദ്ധാത്മാവിനെ വചനം കൊണ്ട് പുറത്താക്കി. അത് യജമാനൊരു നഷ്ടമായാലൊരു നഷ്ടക്കച്ചവടമാണ്. അപ്പോൾ യജമാനൻ അതിനെതിരായിട്ട് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എങ്കിലും പൗലോസിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ നിറവിലുള്ള കഴിവ് അവിടെ പ്രയോഗിച്ച് ആ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കി പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 20 എവിത്തിക്കോസ് എന്ന് പറയുന്ന ഒരാളിനെ ജീവിപ്പിച്ചു മരിച്ചു കഴിഞ്ഞിട്ട്. ഒരു വലിയ അത്ഭുതം തന്നെ. പൗലോസ് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു യാത്രയയപ്പ് സമയമായിരുന്നു. പൗലോസ് യാത്ര പറഞ്ഞ് പോവുകയാണ്. പാതിരാത്രി വരെ പ്രസംഗം നീണ്ടുപോയി. നമ്മളിപ്പോൾ പ്രസംഗം 5 മിനിറ്റ് കൂടി പോയാൽ അയ്യോ നേരത്തെ നിർത്തേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് വേറെ ജോലികളുണ്ട് എന്ന് പറഞ്ഞാണ് ആൾക്കാരുടെ ആ ചിന്ത. അങ്ങനെയൊക്കെയാണ്. പക്ഷെങ്കിൽ പൗലോസ് പാതിരാത്രി വരെയും പ്രസംഗിച്ച് കഴിഞ്ഞ് നിർത്തിയില്ല. അതങ്ങനെ തുടരുകയാണ്. നമുക്കത് വായിക്കുമ്പോൾ അറിയാം പൗലോസ് പിന്നെയും പ്രസംഗിച്ചു എന്നുള്ളതറിയാം. അപ്പോൾ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എവിത്തിക്കൂസ് എന്ന് പറയുന്ന ഇവൻ ജനലിൻ്റെ പടിയിൽ ഇങ്ങനെ കയറിയിരുന്നു. അത്രയൊക്കെയുള്ള സൗകര്യങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അവനങ്ങ് ഉറങ്ങിപ്പോയി. പാതിരാത്രി കഴിഞ്ഞതുകൊണ്ട് ഉറങ്ങിപ്പോയി. താഴെ വീണു, മരിച്ചു. ജനങ്ങളെല്ലാം അത് അറിയുന്നല്ലോ. പെട്ടെന്ന് എല്ലാവരോടും ഓടി പൗലോസും ചെന്നു. മരിച്ചവനായിട്ടാണ് കാണുന്നത്. പൗലോസ് അവനെ കയ്യിലെടുത്തപ്പോൾ അവനിലേക്ക് ജീവൻ പ്രവേശിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പൗലോസ് വഴി ദൈവം പ്രവർത്തിച്ചു. വലിയ അത്ഭുതമായിട്ടാണ് നമ്മളതെല്ലാം ചിന്തിക്കുന്നത്. യേശു ലാസറിനെ ഉയർപ്പിച്ചത്. ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന വചനം അയച്ചപ്പോൾ ലാസർ ജീവനുള്ളവനായിട്ട് വന്നു. പൗലോസ് മരിച്ച എവുത്തിക്കൂസിനെ പുനർജീവിപ്പിച്ചു. അത്ഭുത പ്രവൃത്തികൾ അവിടെ നടക്കുകയാണ്. ശിഷ്യന്മാർക്ക് അണൽ കടിച്ചാലും കുഴപ്പമില്ലെന്ന് യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളത് വാക്യം വായിച്ചു. ഇവിടെ ഒരിക്കൽ പൗലോസും കൂട്ടരും കൂടെ, പൗലോസ് ഒരു തടവുകാരനായിട്ട് റോമിലേക്ക് കപ്പൽ യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് കപ്പലപകടമൊക്കെ ഉണ്ടായി. അവരെ ഒരു സ്ഥലത്ത് കയറി, കപ്പൽ ഛേദമുണ്ടായപ്പോൾ അവിടെ കയറി അവിടെ വിശ്രമിച്ചു. മാൾട്ട എന്ന് പറയുന്ന ദ്വീപിലാണ് അവരങ്ങോട്ട് കയറി തൽക്കാലം ഒന്ന് വിശ്രമിക്കാൻ കയറിയതാണ്. ഭയങ്കര തണുപ്പായതുകൊണ്ട് കരിയിലയും വിറകൊക്കെ ഇട്ട് തീ കത്തി അങ്ങനെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് തീ കായുകയാണ്. പൗലോസും അവരുടെ കൂടെ കൂടി. പൗലോസിൻ്റെ കൂടെ ഒരു വിറവ് കഷ്ണം എടുത്ത് അങ്ങോട്ട് ഇട്ടപ്പോൾ അതിലൊരു അണലി ഇരിപ്പുണ്ടായിരുന്നു. അണലി പൗലോസിൻ്റെ കയ്യിലങ്ങ് ചുറ്റി. പൗലോസ് ഇങ്ങനെ കൈ കുടഞ്ഞു. അണലി തീയിലോട്ടങ്ങ് വീണു. പ്രശ്നം അങ്ങ് തീർന്നു. എങ്കിലും അവിടെ കൂടിയിരുന്നവരെല്ലാം പൗലോസിനെ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. കാരണം പൗലോസ് ഒരു കൊലപാതകയോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അണലി കയറി കടിച്ച്. ഇപ്പോൾ അവനങ്ങ് മരിച്ചു പോകും, നീര് വെക്കും എന്നൊക്കെ അവരിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. മാരകമായ വിഷം കുടിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല, സർപ്പങ്ങൾ കടിച്ചാലും ഒന്നും സംഭവിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അത് കണ്ടപ്പോൾ അവരുടെ ആൾക്കാരുടെ മനോഭാവം മാറിയിട്ട് അവർ തിരിച്ചാണ് പറയുന്നത്, ദേവനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പൗലോസ് അതിനെയൊക്കെ വിലക്കി സത്യം വെളിപ്പെടുത്തി. ഒരത്ഭുതം കൂടെ അവിടെ നടന്നു. പൂബിളിയോസിൻ്റെ പിതാവ് അസുഖമായിട്ട് വീട്ടിൽ കിടക്കുക. വലിയ പനി പിടിച്ച് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പൗലോസിൻ്റെ ഈ ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് പൗലോസിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പൗലോസ് ഫിബിളിയോസിൻ്റെ അപ്പൻ്റെ മേൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം സുഖപ്പെട്ടു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലത്വത്തെ തെളിയിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോസ്തല പ്രവൃത്തികൾ 14:3 ഇങ്ങനൊരു വാചകമുണ്ട്: അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഇത്
ഇക്കോണിയത്തിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യം, ഒരു അത്ഭുതങ്ങൾ നടന്നപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കമൻ്റായിട്ട് ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചെന്ന്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? കർത്താവ് അങ്ങനെ കൃപ കൊടുത്തത് വചനത്തിന് സാക്ഷി നൽകാൻ. പൗലോസ് പ്രസംഗിക്കുന്ന വചനങ്ങൾ സത്യമാണെന്ന് തെളിയിക്കപ്പെടാൻ, അതിന് സാക്ഷ്യമായി നിൽക്കാൻ വേണ്ടിയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല നമ്മുടെ രക്ഷയെന്ന് പറയുന്നത്. അതിവിടെ വെച്ച് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് സംഭവിക്കും. രക്ഷ തന്നെ, സ്വർഗത്തിലോട്ട് പോകണം. മരിച്ചതിന് ശേഷം നിൻ്റെ ആത്മാവിനെ നീ എന്ത് ചെയ്യും? സ്വർഗത്തിലോട്ട് നീ കൊടുക്കുമോ? അല്ലെങ്കിൽ ആത്മാവിന് പകരമായിട്ട് നീ എന്ത് ബാക്കി കൊടുക്കും? വേറെന്ത് കൊടുക്കും? ഇങ്ങനെയല്ലേ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ വലിയ കൃഷിക്കാരനോട്. അപ്പോൾ ആത്മാവ് സ്വർഗത്തിൽ പോകണം, ദൈവത്തോടു കൂടി നിത്യമായി സന്തോഷം അനുഭവിച്ച സമാധാനത്തിലായിരിക്കണം. അതാണ് രക്ഷയെക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. ഭൂമിയിൽ വെച്ച് പല സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സമാധാനമായിട്ട് കഴിയാൻ കർത്താവ് ഇടയാക്കുന്നു. എന്തിനാണെന്നൂടെ അവിടെ പറഞ്ഞത്? കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കുന്നത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് അപ്പോസ്തലപ്രവൃത്തികൾ 19:1-6 വരെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. എഫേസോസ്കാരെ വിളിച്ച്, പൗലോസ് എഫേസോസിലോട്ട് കയറാതെ തന്നെ കപ്പൽ യാത്രയിൽ എഫേസോസിലെ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചെന്ന് കൂട്ടി അവിടെ നിന്ന് അവരോടൊരു യാത്ര പറയുന്നൊരു ഭാഗമാണ്. പൗലോസ് എഫേസോസുകാരെ വിളിച്ചു കൂട്ടി അവരോട് സ്നാനത്തെക്കുറിച്ച് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നാനം സ്വീകരിച്ചവരാണ് അവരോട് ചോദിച്ചു, നിങ്ങൾ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയത്തില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവരിലേക്കും ഇറങ്ങി വന്നു. തെളിവെന്താണ്? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു പെട്ടെന്ന്. അതാണല്ലോ ആദ്യം ഒക്കെ അപ്പോസ്തലന്മാരുടെ മേലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നു, മറുഭാഷകളിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അത് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തെളിവുകളാണ് അപ്പസ്തോലത്വത്തെക്കുറിച്ച്. അപ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അപ്പസ്തലത്തെക്കുറിച്ച് സംശയിക്കുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തെളിവുകളാണ്, നിങ്ങളെ തെളിവുകളായിട്ട് എടുക്കണം. ഇനി സഹനങ്ങളാണ് എന്നിൽ നിന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ സഹനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനനിയാസിനോട് കർത്താവായ യേശു പറഞ്ഞത് തന്നെ, അവൻ എന്നെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ സഹനങ്ങളുടെ ഒരാളായിരുന്നു പൗലോസ് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിത്വത്തിന് തെളിവുകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്ത വാക്യങ്ങൾ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 13-14 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നതൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളേക്കാൾ കുറവ് വന്നിട്ടുള്ളത്? ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ. ഇതാ, ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിരിക്കുകയില്ല. ഞാൻ കാംക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളതല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. 13-14 വാക്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത്, പൗലോസ് 3-ാം പ്രാവശ്യം ഇനി സന്ദർശിക്കും എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം നേരത്തെ
സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 2 പ്രാവശ്യത്തെ സന്ദർശനത്തിൽ ആദ്യത്തേത് തീർച്ചയായിട്ടും കൊറിന്ത് സഭ സ്ഥാപിക്കുന്നതിന് പോയ ഒരു കാര്യമാണ്. അപ്പോൾ ആ സന്ദർശനങ്ങളുടെ ഒരു തെളിവായിട്ട് നമുക്ക് ഈ വാചകം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളിൽ 18-ലും 20-ലും 2 യാത്രയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു 3-ാമത്തെ യാത്രയും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാചകത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യം, ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത് ലാഭം കിട്ടുന്ന ഒരു കച്ചവടമായിട്ട് ചെയ്തതെന്നല്ല. ഞാനിവിടെ പ്രസംഗിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടണം, അങ്ങനെയുള്ള കണക്കിലല്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ പ്രതിഫലം ലഭിക്കാനാണ്. ഞാൻ ഇത്ര ഭംഗിയായിട്ട് ഇത്ര മണിക്കൂർ പ്രസംഗിച്ചല്ലോ, അപ്പോൾ അതിന് കണക്ക് കൂട്ടി ഇത്ര രൂപ തരണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ പറയും, ഇത്ര രൂപയാണ് ഞങ്ങളുടെ ടീമിന് തരേണ്ടത്, അതുകൊണ്ട് അത് തന്നിരിക്കണം. ആ കണക്കിലാണ് ഇപ്പോൾ സുവിശേഷ വില നടക്കുന്നത് എന്ന് കാണുന്നത് ദുഃഖകരമാണ്. കർത്താവ് പറഞ്ഞത് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ആത്മീയ രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പൈസ വാങ്ങിച്ച് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് അധപ്പതിച്ച് പോകരുത്. പൗലോസ് അതുകൊണ്ട് പ്രത്യേകമായൊരു കാര്യം ചെയ്തു. ചെലവിന് പോലും ഈ കൊറിന്ത്യ സഭയോടോ മറ്റ് സഭകളോടോ ഒന്നും പൗലോസ് വാങ്ങിക്കുന്നില്ല. ചിലരൊക്കെ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ അവകാശം എന്നുള്ള നിലയിൽ പൗലോസ് വാങ്ങിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ആ സമയത്ത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അയച്ചു കൊടുക്കുന്ന സഹായങ്ങൾ വല്ലതുമാണ് കിട്ടിയിട്ടുള്ളത്. പൗലോസ് കൂടാരപ്പണി ചെയ്യാൻ അറിയാവുന്ന ആളായിരുന്നു. അക്കില, പ്രിസ്കില ഇവരോട് കൂടി കൂടാരപ്പണിയൊക്കെ ചെയ്ത് ഉപജീവനത്തിനുള്ള പണം ഉണ്ടാക്കിയായിരുന്നു. അതാ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല. അത് പറഞ്ഞു. തുടർന്നൊരു കാര്യം പറഞ്ഞത്, മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. മാതാപിതാക്കന്മാർ മക്കളെ വളർത്താൻ, അവർക്ക് വിദ്യാഭ്യാസം കിട്ടാൻ, അവർക്ക് ജോലി കിട്ടാൻ, അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ, ആ കാര്യങ്ങളിൽ ശ്രദ്ധയിൽച്ച് അവരുടെ സ്വന്തം ഭക്ഷണം പോലും ചിലപ്പോൾ ഉപേക്ഷിച്ച് മക്കളെ വളർത്തി ഉന്നതതലത്തിലാക്കുകയാണ്. മാതാപിതാക്കന്മാരുടെ ജോലി അതാണെന്നാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അതിവിടെ പറയാൻ കാരണം, പൗലോസ് ആ സ്ഥാനത്ത് നിൽക്കുകയാണ്, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. മക്കളുടെ കാര്യത്തിലാണ് എൻ്റെ ശ്രദ്ധ, എൻ്റെ കാര്യത്തിലല്ല. ഇതാ പൗലോസ് പറയുന്നത്. ഞാൻ എന്നെ അങ്ങ് വലുതാക്കാനും ഞാൻ ഭക്ഷണം കഴിച്ച് തടിച്ചിരിക്കാനും അതൊന്നുമല്ല എൻ്റെ ആഗ്രഹം. നിങ്ങളെ വളർത്തുക. നിങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ട് വളർത്തുന്നതിൻ്റെ കാര്യമല്ല, അതിൻ്റെ ശ്രദ്ധ കാണും. എങ്കിലും ആത്മീയമായ തലത്തിൽ ഒരു പിതാവാണ് പൗലോസ്. അന്നേരം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ, രക്ഷയാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതാണ് പൗലോസ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മളിപ്പോൾ കണ്ടുവരുന്നതും ലോകത്തിൽ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, മരിക്കുന്നതും മാതാപിതാക്കൾ മരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഇനി ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം. ഇവിടെ ആ വാക്യം പറഞ്ഞതുകൊണ്ട് പൊതുവിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പൗലോസ് സൂചിപ്പിച്ചതാണ്. പൗലോസിൻ്റെ പ്രവർത്തനം ആ തരത്തിലാണ്, കൊരിന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് തിരിച്ച് മക്കൾക്ക് മാതാപിതാക്കന്മാരോട് ഒരു കടമ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. തിരിച്ച് കൊടുക്കുവാൻ ഒരു വലിയ ചുമതല മക്കൾക്ക് ഉണ്ട്. അവരുടെ പ്രായമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ, അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, താമസ സൗകര്യങ്ങൾ, ആശുപത്രിയിലെ രോഗചികിത്സ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മക്കൾ തിരിച്ച് മാതാപിതാക്കന്മാരുടെ സ്നേഹത്തോടുകൂടി, കൃതജ്ഞതയോടുകൂടി ചെയ്തു കൊടുക്കേണ്ട കടമ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അത് ഇവിടെ സൂചിപ്പിക്കുന്നില്ലെന്നല്ല, അതും അതിൻ്റെ സൂചന തന്നെയാണ്. തുടർന്ന് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും
എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങളെന്നെ കുറച്ചു മാത്രമാണോ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവൻ്റെ കൂടെ ആ സഹോദരനെയും അയച്ചു. തീത്തോസ് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്, ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത്. ഇവിടെ പൗലോസ് ഒരു കാര്യം ചോദിക്കുന്നു. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും നിങ്ങൾ എന്നെ കുറിച്ച് മാത്രമാണോ സ്നേഹിക്കുന്നത്? പൗലോസിൻ്റെ സ്നേഹം കൊണ്ടാണ് അവരെ ഭാരപ്പെടുത്താതെ പൗലോസ് അവരുടെ മേൽ സൗജന്യമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് ഒരു സൂചന അവിടെ കൊടുക്കുകയാണ്. സ്നേഹത്തെക്കുറിച്ച് അതിമനോഹരമായ അതിഗംഭീരമായ ഒരു കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13 അധ്യായം. പൗലോസിൻ്റെ രചനയാണ്. പൗലോസ് ആ അധ്യായത്തിൽ അത് വിവരിക്കുകയാണ്. അതിൻ്റെ ശ്രേഷ്ഠത, സ്നേഹം എല്ലാത്തിലും ഉന്നതമാണ്, ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്, അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങോട്ടും സ്നേഹിക്കണം. സ്നേഹം പരസ്പരമായിരിക്കണം. കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടേണ്ട സ്നേഹം കൂടുതൽ ആയിരിക്കണം. അതൊരു ന്യായമായ തത്വമാണ്. അത് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അത് പറയാൻ കാരണം, പൗലോസ് കൊരിന്ത്യൻ സഭയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുവെങ്കിൽ കൊരിന്ത്യയിലെ ആ സഭാംഗങ്ങൾ പൗലോസിനെ അതുപോലെ നല്ല കൃതജ്ഞതയോടുകൂടി സ്നേഹിക്കേണ്ടത്, കൂടുതൽ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് അർത്ഥം. ദാനം ചെയ്യുന്ന കാര്യത്തിൽ ഇത് വലിയ പ്രാധാന്യമാണ്. കൂടുതൽ ദാനം അങ്ങോട്ട് കൊടുത്താൽ കൂടുതലായിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ അവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നശിച്ചു പോവുകയില്ല. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടെങ്കിൽ 2 പേർ കൊടുത്താൽ പ്രതിഫലം ഇരട്ടിക്കുമല്ലോ. കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് പ്രതിഫലം കൂടിയിരിക്കും എന്നൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. കൂടുതൽ സ്നേഹിക്കും തോറും കൂടുതൽ തിരിച്ചുള്ള സ്നേഹം ആവശ്യമാണെന്ന് ഒരു ഉപമയിൽ കൂടെ യേശു പറഞ്ഞിട്ടുണ്ട്. സന്ദർഭം ഇതാണ്. ഒരിക്കൽ യേശു ഒരു ഫരീശയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നു. വെറുതെ ചെന്നതല്ല, ക്ഷണിച്ചിട്ട് ചെന്നതാണ്. അവിടെ പാപിനിയായ ഒരു സ്ത്രീ അവിടെ കയറി വന്നു. പാപിനിയാണെന്ന് ഉള്ളതിനെക്കുറിച്ച് അവൾക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, പാപത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ട്. എന്നാൽ നാണം കെട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരാതിരുന്നിട്ടില്ല. ഞാൻ പാപിയാണല്ലോ, ഞാനെങ്ങനെ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നുള്ള ചിന്ത കൊണ്ട് അവൾ മാറി നിന്നില്ല. കാര്യം, രക്ഷയുടെ മാർഗം അവൾ യേശുവിൽ കണ്ടു എന്നാണ്. എവിടാണോ രക്ഷ ലഭിക്കുന്നത് അവിടേക്ക് അടുത്ത് ചെല്ലണം. പാപിയാണെന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടി മാറി നിൽക്കരുത്. ആദാമും ഹവ്വായും അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആദ്യം അവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കാതെ വന്നത്. അവർ ഞങ്ങൾ പാപം ചെയ്തെന്ന് പറഞ്ഞ് മരത്തിൻ്റെ മൂട്ടിൽ ഒളിച്ചിരുന്നു. അങ്ങനെയല്ല, രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവൻ മാത്രം ഏകരക്ഷകൻ. അങ്ങനെ ഈ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൾ ചെയ്ത കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. കണ്ണുനീരുകൊണ്ട് അവൾ യേശുവിൻ്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ അത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അവൾ ഒരു കുപ്പി സുഗന്ധ തൈലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാലിൽ പൂശി. അപ്പോൾ ഇത് കണ്ട് ഫരീസേയന് ഒരു നീരസം. അയാൾ വിചാരിക്കുന്നത് ഈ സ്ത്രീ ഒരു പാപിനിയായ സ്ത്രീയാണെന്ന് യേശുവിന് കുറേ അറിയാം. അവൾ അതുകൊണ്ടാണല്ലോ കാര്യം അവിടെ നിന്ന് പ്രാർത്ഥിച്ചത്. ഈ പാപിനിയായ സ്ത്രീ വന്ന്
പരിശുദ്ധനായ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ആ കാലയിൽ നിന്ന് തൊടുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്യാവോ? യേശു എന്തുകൊണ്ട് വിലക്കിയില്ല എന്നാണ് ഫരീസ്യൻ്റെ ചിന്ത. യേശു അവൻ്റെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കി. അവനത് പറഞ്ഞില്ല, മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. നമ്മുടെ എല്ലാ ഹൃദയങ്ങൾ വ്യക്തമായി കാണുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. യേശുവിനെ കബളിപ്പിച്ച് അവൻ കണ്ടില്ലെന്ന് വിചാരിച്ച് ഒരു പാപത്തിൽ ഏർപ്പെടുവാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ല. കാരണം കർത്താവിൻ്റെ കണ്ണ് എല്ലായിടത്തും ഉണ്ട്. അതവൻ കാണും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ അറിയും. നമ്മുടെ വിചാരങ്ങൾ, നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ ചിന്താഗതികൾ എല്ലാം അറിയുന്ന ആ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഫരീസ്യൻ്റെ മനസ്സിൽ വന്നത് യേശു മനസ്സിലാക്കി. യേശു ഒരു ഉപമ പറഞ്ഞ് അതിൻ്റെ ആ പ്രശ്നത്തിന് ഒരു ഉത്തരം നൽകുകയാണ്. യേശു പറഞ്ഞു, അടുത്ത ഒരു ഉത്തമർണനുണ്ടായിരുന്നു. അദ്ദേഹം 2 പേർക്ക് കടം കൊടുത്തു. ഒരാൾക്ക് 500 ദിനാറ, മറ്റൊരാൾക്ക് 50 ദിനാറ. തിരിച്ചു കിട്ടണം, അത് വ്യവസ്ഥയാണ്. തിരിച്ചു കിട്ടേണ്ട സമയമായപ്പോൾ 2 പേർക്കും തിരിച്ചു കൊടുക്കാനുള്ള വകയില്ല. 500 കൊടുത്തവനോടെ വിളിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞു, യജമാനെ ക്ഷമിക്കുക, ഞാൻ തന്നു വിട്ടിക്കൊള്ളാം. അപ്പം പണ്ടത്തെ നിയമം അനുസരിച്ച് അടിമ കച്ചവടമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. ഭാര്യയും മക്കളെയൊക്കെ വിൽക്കുക, അടിമകളായിട്ട് വിൽക്കുക. ആ പണങ്ങയും കൊണ്ട് തന്നാൽ മതി. എൻ്റെ മക്കളെയൊക്കെ വിറ്റ്, ഭാര്യയും വിറ്റ് പണങ്ങയും കൊണ്ടുവന്ന് പറഞ്ഞു. അവൻ വീണ്ടും കേണപേക്ഷിച്ചു, ക്ഷമിക്കണം, ഞാൻ തന്നു വിട്ടിക്കൊള്ളാം, ഇപ്പം എനിക്കില്ല. യജമാനന് മനസ്സിൽ തോന്നി, അവനെ ഇളച്ചു കൊടുത്തു. രണ്ടാമത് 50 ദിനാറ കടം കൊടുത്ത ആളിനെ വിളിച്ചു. അവനും ഇതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു, ക്ഷമിക്കണം യജമാനനെ, എനിക്കില്ല, ഇല്ലാത്തതുകൊണ്ട് തരാത്തതാ, കബളിപ്പിക്കൊന്നുമല്ല, എനിക്ക് അല്പം കൊണ്ട് സമയം തന്നാൽ മതി, ഞാനത് വിട്ടിക്കൊള്ളാം. ഭാര്യയും മക്കളെയൊക്കെ വിറ്റ് ഇങ്ങ് തരാമെന്ന് അതും പറഞ്ഞു. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ക്ഷമിക്കൂ, ഞാനെല്ലാം തന്ന് വിട്ടിക്കൊള്ളാം, അല്പം കൂടെ സമയം തന്നാൽ മതി. ആ യജമാനൻ മനസ്സലിഞ്ഞു, അവനും ഇളച്ചു കൊടുത്തു. യേശുവിൻ്റെ ചോദ്യം ഫരീസ്യനോട് ഇതാണ്, ആരാണ് കൂടുതൽ സ്നേഹിക്കുക? ഫരീസ്യൻ യുക്തിപൂർവ്വം, ബുദ്ധിപൂർവ്വം ആലോചിച്ച് പറഞ്ഞു, കൂടുതൽ ഇളച്ച് കിട്ടിയവനാണ് കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ ആരാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്? കൂടുതൽ ഇളച്ച് കിട്ടിയവൻ. യേശു പറഞ്ഞു, ഈ സ്ത്രീയെ നീ കാണും. യേശു അതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ഇവളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ഇവളോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അവളുടെ റെസ്പോൺസ് കൂടുതലായിരിക്കണം. അവളുടെ നിരവധിയായ പാപങ്ങൾ അവളോട് ക്ഷമിക്കുന്നെങ്കിൽ, ക്ഷമിച്ചല്ലോ, അവൾ അതിൽ നന്ദി പ്രകടിപ്പിച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. അതുകൊണ്ടാണ് സുഗന്ധദ്രവ്യം എന്നൊക്കെ പറയുന്നത് വലിയ വില കൂടിയതാണ്. അതൊക്കെ അവൾ ചെലവഴിച്ച് ആ നന്ദി പ്രകടിപ്പിച്ചു, ആ സ്നേഹം പ്രകടിപ്പിച്ചു. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുകൂടാണെന്ന് ഓർത്തോണം. അത് മനസ്സിലിരുന്നാൽ അത് പ്രകടനമാകത്തില്ല. സ്നേഹം അവൾ പ്രകടിപ്പിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപികളായ നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിച്ച് പാപത്തിന് പരിഹാരം ചെയ്യാൻ, പാപപരിഹാര ബലിയായി അറക്കപ്പെടുവാനുള്ള കുഞ്ഞാടായിരുന്നു അവൻ. അതിനുവേണ്ടി അവൻ ഇറങ്ങി വന്നതാണ്. അവൻ കഷ്ടത സഹിച്ചത് പാപികളായ നമുക്ക് വേണ്ടിയാണ്. നാം അവനെ സ്നേഹിക്കണോ? നാം അവനെ സ്നേഹിക്കണം. ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ ആത്മശോധന ചെയ്ത് നോക്കണം. ഞാൻ കൂടുതൽ പാപം ചെയ്ത് കൂടുതൽ യേശുവിനെ ദുഃഖിപ്പിച്ചവനാണോ? എന്നോട് കൂടുതൽ ക്ഷമിച്ചിരിക്കുകയല്ലേ? ഞാൻ കൂടുതലായിട്ട് സ്നേഹം അങ്ങോട്ട് കാണിക്കണം. ഇങ്ങോട്ട് കാണിക്കുന്നതിനേക്കാൾ പോലെ അങ്ങോട്ടും സ്നേഹം കൂടുതലായിട്ട് കാണിക്കണം. അത് നമ്മൾ മറന്നു പോകരുത്. എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. കർത്താവായ യേശുവിനെ നാം സ്നേഹിക്കണം.
അവൻ ആണി കൊണ്ട് കയ്യിലും കാലിലും അടിക്കപ്പെട്ടത്, തലയിൽ മുൾക്കിരീടം ചൂടിയത്, ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ടത്. അവൻ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടല്ല, എനിക്ക് പകരം, എൻ്റെ പാപത്തിൻ്റെ പകരം അറക്കപ്പെട്ട കുഞ്ഞാട്. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കണം. ഞാൻ വിശുദ്ധനായിരുന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചു എന്നല്ല, ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ചു. ഈ സ്നേഹം നമ്മൾ മറന്നു പോകരുത്. അതാണ് സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞത്. ആ സ്നേഹമാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് പിടിച്ചടിപ്പിക്കേണ്ടത്. അവൻ നമുക്ക് വേണ്ടി ക്രൂശിതനായി. യേശു തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളപ്പോൾ നമ്മൾ ഓർക്കണമെന്ന് പറഞ്ഞൊരു കാര്യം ഈ മരണത്തെക്കുറിച്ചാണ്. ഈ പീഡാനുഭവം കുർബാനയിലൊക്കെ പറയല്ലേ, അവൻ്റെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ഓർക്കുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കർത്താവ് മനുഷ്യനായി വന്നതിൻ്റെ ആ ജന്മദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ, നല്ലത് തന്നെ. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ പീഡാനുഭവം ലോകാവസാനം വരെ നിങ്ങൾ ഓർക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൻ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണത്. അത് നമ്മൾ മറന്നു പോകരുത്. സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ നന്ദിയുടെ ഒരു പ്രകടനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം അവനോട് നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയില്ലാത്തവരല്ല. നമ്മളോട് ചെയ്ത എല്ലാ കാര്യത്തിനും നാം അവനോട് നന്ദി ഉള്ളവരായിരിക്കണം. സഭാപ്രസംഗങ്ങളിൽ ഇങ്ങനൊരു വാക്യം, ഒരു സംഗതി എഴുതിയിരിക്കുന്നു. 9-ാം അധ്യായം 14 മുതൽ 15 വരെ ഞാൻ വായിക്കുകയാണ്. ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു. ശക്തനായ ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ അവിടെ നിർദ്ധനായ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു. പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല. ചെറിയ നഗരമാണ്. രാജാവിനെ തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നു ശത്രുക്കൾക്ക്. നാട് വന്ന് ഉപരോധിച്ചു. ചെറിയൊരു ഭാഗമാണ്, ഒരു നഗരമാണ്. അവിടെ നിർധനനെങ്കിലും ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ആ നാടിനെ രക്ഷിച്ചു നല്ലത് തന്നെ. ആരെങ്കിലും അവനെ പിന്നെ സ്മരിച്ചോ? ആരും സ്മരിച്ചില്ല. കൃതജ്ഞതയില്ല. ഒരു ഉദാഹരണം സഭാപ്രസംഗം കാണിച്ചതാണ്. നമ്മളും ഇങ്ങനെ ആയിപ്പോവും പലപ്പോഴും. നമുക്ക് രക്ഷ, നമ്മുടെ സുരക്ഷിതത്വം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്മളെ രക്ഷിച്ച ആ വ്യക്തിയെ നാം മറന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തോണം ഇപ്പം ഇനിയെങ്കിലും. പത്തൊമ്പതാം വാക്യം ഞാൻ വായിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു എന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. ഞങ്ങളെ ന്യായീകരിക്കാനല്ല, ക്രിസ്തുവിൽ നിങ്ങളെ ജ്ഞാനികളാക്കാൻ, ക്രിസ്തുവിനെ പ്രതി ഞങ്ങൾ സ്വയമില്ലാതായി നിങ്ങൾക്ക് വചനം തരികയാണ് ചെയ്തത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു, തിരിച്ചുള്ള സ്നേഹം. കൂടുതൽ സ്നേഹിക്കണം. സ്നേഹം കൂടുമ്പോൾ റെസ്പോൺസും കൂടിയിരിക്കണം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് മക്കൾ ഓർക്കണം. ഒരു കൽപ്പന തന്നെ അതാണല്ലോ, മാതാപിതാക്കളെ സ്നേഹിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതൊരു നന്ദികേടാണ്.
ഈ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, എനിക്ക് ഈ ഭൂമിയിലൊരു ജന്മം കിട്ടിയത് അതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. എനിക്ക് ഇനിയൊരു സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് അസ്തിത്വം ഉണ്ടാകണമല്ലോ. അതിന് കാരണക്കാർ വേറെ ആരുമല്ല, എൻ്റെ മാതാപിതാക്കളാണ്. എന്നെ വളർത്തിയത് സ്നേഹത്തോടുകൂടി താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്നു, വിദ്യാഭ്യാസം തന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരുന്നു, രോഗം വന്നപ്പം ചികിത്സിച്ചു, പഠിപ്പിച്ചു, വീടുണ്ടാക്കി തന്നു. ഇങ്ങനെ ദൈവം എന്നെ ദൈവത്തിൻ്റെ ശക്തിയാൽ മാതാപിതാക്കന്മാരിൽ കൂടെ എന്നിൽ പ്രവർത്തിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് അങ്ങോട്ട് സ്നേഹം കാണിക്കണം എന്ന് മക്കളറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ കേരളത്തിലൊരു അവസ്ഥ ചിന്തിച്ചാൽ, ജോലി സംബന്ധിച്ചൊക്കെയാണ് മക്കളൊക്കെ അങ്ങ് വെളിയിലോട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരെ നേരിട്ട് ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോകാനും നോക്കാനും ഒക്കെ മക്കൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായത്. അവരവിടെ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹത്തിൻ്റെ ആ വലിയ പ്രകടനം, അവരൊന്ന് തൊട്ട് അവരുടെ അടുത്തിരുന്ന് സംസാരിച്ച് അവർക്ക് സന്തോഷം വരുവാനുള്ള സാഹചര്യം ഇന്ന് കുറവാണ്. മരിച്ചു പോയാൽ മോർച്ചറിയിൽ വെക്കുകയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് എത്തും, അതിനുശേഷം അടക്കം മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. യുക്തിപൂർവ്വം എല്ലാവരും ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. മാതാപിതാക്കന്മാരോടുള്ള കടമ നിർവഹിക്കണമെന്ന് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം വാക്യം മുതൽ ഞാനിന്ന് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ഫരീസ്യരോടായിട്ടൊക്കെ യേശു പറയുകയാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ പാരമ്പര്യമാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങളങ്ങ് മറന്നു കളയുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്ത് അത് നടത്താനായിട്ടാണ് പരിശ്രമം. ദൈവകൽപ്പന അതുകൊണ്ട് അവഗണിക്കപ്പെടുന്നു. ദൈവകൽപ്പന അവഗണിച്ചിട്ടാണ് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നത്. എന്തെന്നാൽ നിൻ്റെ ഉദാഹരണം യേശു പറയുന്നു, നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കണം എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറഞ്ഞാൽ മരണശിക്ഷയാണ് മോശ പറഞ്ഞിരിക്കുന്നത്. അത്ര ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ മോശ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്നാൽ നിങ്ങളങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ പറയും, പിതാവിനോട് മാതാവിനോട് പ്രായമാണല്ലോ, ആ കട്ടിൽ കിടന്നു അമ്മ, ആ കട്ടിൽ കിടന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കുർബാന അങ്ങ് ദേവാലയത്തിൽ സമർപ്പിച്ചേക്കാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കുർബാന ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊല്ലിച്ചോളാം എന്ന് പറയുന്ന ഒരു രീതിയായിപ്പോയി. അവരെ സംരക്ഷിക്കുകയോ അവർക്ക് കൊണ്ട ഭക്ഷണ സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കുകയല്ല, അവർ ശുശ്രൂഷിക്കുക, അവരോട് സ്നേഹത്തോട് സംസാരിക്കുകയുമല്ല, ഞാൻ കുർബാന ചൊല്ലിക്കോളാമെന്നങ്ങ് പറയും. അപ്പോൾ അത് കഴിയുമ്പോൾ അങ്ങ് ജോലി കടമയെല്ലാം അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് അവരുടെ ചിന്ത. ഒരിക്കലും ഒരാളെ യേശുവിൻ്റെ അടുത്തെന്ന് പറഞ്ഞു, യേശുവെ എനിക്ക് നിന്നെ അനുഗമിക്കാൻ വലിയ താല്പര്യമാണ്, ഞാനങ്ങ് വരാം, പക്ഷേ എനിക്ക് ഇച്ചിരി സമയം തരണം, എൻ്റെ അപ്പനെ ഒന്ന് സംസ്കരിച്ചിട്ട് വരണം. മക്കളുടെ കടമയാണ് സംസ്കാരം എന്നുള്ളതാണ്, യഹൂദന്മാരുടെ ആണല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ അപ്പനെ ഒന്ന് സംസ്കരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് വർഷം പിടിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന്. യേശു പറഞ്ഞു, കൽപ്പനമേൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരുവനും എനിക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ ഇവിടെ യേശു അതാ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. അവരുടെ ചട്ടം അങ്ങനെ അങ്ങ് ആക്കി തീർത്തു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നില്ല. വേറെ എന്തെങ്കിലും കൂടെ ചെയ്യേണ്ട, വേണ്ടെന്ന് പറയും. അതിനാവശ്യമില്ല, കുർബാൻ അങ്ങ് കൊടുത്തേച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരോട് എത്രമാത്രം കടപ്പാടോട്, എത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്നുകൂടി പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം.
നമ്മുടെ സമയം അങ്ങോട്ട് പൂർത്തിയാകുന്നു എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ചിന്തിച്ചത്. തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത 91-ാമത്തെ എപ്പിസോഡിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ നമുക്ക് മനസ്സിലായി. പൗലോസിൻ്റെ അപ്പസ്തോല സ്ഥാനത്തെ ഒന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് അത് കാണിച്ചതാണ്. എങ്കിലും ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും പൗലോസ് ചെയ്തിട്ടുണ്ട്, സഹനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്കും കർത്താവ് അനുഗ്രഹങ്ങൾ കൃപ തന്നിട്ടുണ്ട്. പ്രയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു ഡോക്ടർ സ്പെഷ്യലിസ്റ്റാണ്, അദ്ദേഹം എല്ലാം പഠിത്തം കഴിഞ്ഞു, എല്ലാ അറിവുമുണ്ട്, അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് മുറി കയറി അവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ഓർക്കുമായിരിക്കും എനിക്ക് കഴിവില്ലെന്ന്. അങ്ങനെയല്ല, കഴിവുണ്ട്, അത് ചെയ്താൽ മതി. ഇതുപോലെ നമ്മളെയും വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസിക്കുള്ള അടയാളങ്ങളെന്നുള്ള നിലയിൽ രോഗശാന്തി, അത്ഭുത പ്രവർത്തനങ്ങൾ തുടങ്ങി പല കഴിവുകൾ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സർപ്പങ്ങളെ നമുക്ക് കയ്യിലെടുക്കാം, മാരകമായി എന്ത് കുടിച്ചാലും ഉപദ്രവം വരത്തില്ല. ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുക. വിശ്വാസം വേണം. വിശ്വാസത്തോടുകൂടി അങ്ങനെ ഇരിക്കാമെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങി ഒതുങ്ങി മുറിക്കകത്ത് കയറിയിരിക്കേണ്ടി വരും. അങ്ങനെയല്ല, പ്രവർത്തിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ആ ശക്തി ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ ഓർക്കണം. പിന്നീട് നമ്മൾ അവസാനമായിട്ട് ചിന്തിച്ചത് മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമ, അതുപോലെ മാതാപിതാക്കന്മാർ മക്കളെയും എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളർത്തണം എന്ന് നമ്മൾ കണ്ടു. യേശു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ കരയുവീൻ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. അടുത്ത പ്രാവശ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നതുവരെയും അതിനുശേഷവും എപ്പോഴും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നടത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ചുരുക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കട്ടെ. ആമേൻ.